ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആക്കാം. ഞാൻ വിചാരിച്ചു കുറേ ആയില്ലേ ചെയ്തിട്ട്. രാവിലെ നല്ലൊരു കാലാവസ്ഥയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ തലേ ദിവസം വരെ ഈ ജലദോഷം പിടിച്ച് മൂക്കൊലിച്ചെടുക്കുന്ന കുട്ടികളെ പോലെ ഒരു മൂക്കൊലിച്ചിലും മഴയും തുമ്മലും ചീറ്റിലും പൊട്ടലൊക്കെ ഉണ്ടേനു. ഇന്ന് പിന്നെ നല്ലൊരു വെയിലൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം. രാവിലത്തെ ഏറ്റവും വലിയൊരു ചാലഞ്ച് തന്നെ നെവീന് സ്കൂളിൽ പറഞ്ഞേക്കല. എണീക്കുന്നതേ നേരം വൈകിട്ട്, പിന്നെയുള്ള 1.5 മണിക്കൂറിനുള്ളിൽ അവനെ മാറ്റണം, പല്ലേക്കണം, കുളിപ്പിക്കണം, എല്ലാം ചെയ്ത് പറഞ്ഞേക്കാൻ തന്നെ സമയം തികയില്ല. എന്നിട്ട് ഓൻ ഇന്നലെ ഹോംവർക്കും ചെയ്യില്ല, പഠിക്കൂല. എന്നിട്ട് അന്ന് രാവിലെ നീച്ചി തിരക്കിനിടയിലേ ചെയ്യുള്ളൂ, എന്നാലും ഓനക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു യുദ്ധക്കളമൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഫുഡ് എടുക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് ഓനക്ക് ചപ്പാത്തിന് വേണ്ടാറിനെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതൊക്കെ കണ്ടാൽ ചോറ് തിന്നോളൂ. രാവിലെ ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, അതേപോലെ വഴുതനങ്ങ പൊരിച്ചതൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്കൂളിലോട്ട് പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിന് നല്ല ചൂടുള്ള ചോറും കുറച്ച് കറിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുത്ത്. ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, രാവിലെ അങ്ങോട്ട് നമ്മൾ എടുത്തങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് പൊളിഞ്ഞ് വന്നോളും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കുത്തി നിറക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. ഒരു 1.5 മണിക്കൂർ നമ്മൾ അയിമലും കെട്ടി മറിയേണ്ടി വരും എൻ്റെ പിന്നാലെ കൂടെ. ചോറാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തപ്പോൾ ക്യാമറ ഓൺ ആയതുകൊണ്ട് ഓനക്ക് അതുപോലും മര്യാദയ്ക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കാണിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ചൂടുണ്ടോ ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ പോരെ. എന്നിട്ട് പിന്നെ ക്യാമറയൊക്കെ ഓഫാക്കി ഫുഡൊക്കെ കൊടുത്ത് ഓനോ എല്ലാവരും കണ്ട് പറഞ്ഞേൽപ്പിച്ച്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ലോകം ഉണ്ടല്ലോ, നമ്മുടെ ഈ ക്രാഫ്റ്റും വർക്കൊക്കെ ചെയ്യുന്ന ഒരു റൂം, അതിനുള്ളിലോട്ടേക്ക് അങ്ങോട്ട് കയറി. ഞാനാണെങ്കിൽ ഈ ചിത്രം വരക്കണേയും കൊണ്ട് പലതരത്തിലുള്ള പെൻസിലുകൾ എവിടെ നിന്ന് കണ്ടാലും വാങ്ങിക്കൊണ്ടെന്ന് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പെൻസിൽ കളക്ഷൻ. അതേപോലെ ഇപ്പച്ചി വരുമ്പോഴും കുറേ കൊണ്ടുതരും. ഇത് വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ ആക്രികളൊക്കെ ഇട്ടേന്ന് പോയിട്ട് നല്ലൊരു പെട്ടി പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിനൊന്ന് എടുത്തിട്ട് വന്നു. പക്ഷെ കാണാനാണെങ്കിൽ ഒരു വൃത്തികെട്ട ലുക്ക്, ഒരു ലുക്കും ഇല്ല, പഴയതല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുത്തിയിരുന്ന് അത് മുഴുവനും പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ വരച്ചിട്ട് അത് ഉണങ്ങാനായിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പെൻസിൽ. ഇതല്ലാണ്ടും കുറേ ഉണ്ട്, പക്ഷേ ഇതിൽ വീഡിയോക്ക് കാണിക്കാനായിട്ട് കുറച്ച് വൃത്തിമെടുപ്പുള്ള പെൻസിലുകളാണല്ലോ എടുത്തിട്ട് വരാൻ. അപ്പോൾ ഞാൻ ഇതുവരെ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത കുറച്ച് പെൻസിലുകളാണ് എടുത്തിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നേരത്തേനേക്കാളും നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇത് ലൈറ്റിൻ്റെ ഇടയിലൊക്കെ താഴെ അങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പം നല്ലൊരു രസമാണ്. ഞാനൊരു എസ്തെറ്റിക് ലുക്ക് വിചാരിച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ചെയ്ത് വന്നപ്പം എസ്തെറ്റിക്കൊന്നും ആയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ആയിട്ട് ഈ പിൻട്രസ്റ്റ് കാണുമ്പോഴേ പോളറോയിഡ്സ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഒരു പൂതി. എടുക്കണതല്ല, പോളറോയിഡ്സിൻ്റെ പെയിൻറ്റിങ്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു A4 ഷീറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ നമുക്ക് പഴയ കാലത്തെ കാർട്ടൂണിലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, മിസ്റ്റർ ബീൻ, മിക്കി മൗസ്, ടോം ആൻഡ് ജെറി, അങ്ങനെ നമുക്ക് പണ്ടത്തെ കാർട്ടൂണിൽ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരൊക്കെ വരച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. പിന്നെ ഉള്ളിലും കളർ ചെയ്തിട്ട് ബ്ലാക്ക് കളർ ജെൽപ്പെന്നുകൊണ്ട് ഈ ബോർഡറൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ ഇതുപോലെ നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് വൃത്തിയിൽ കളർ അടിക്കാൻ അറിഞ്ഞാൽ മതി, ചിത്രം വരക്കാൻ അറിയണം കേട്ടോ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്താൽ വരക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇതൊക്കെ. അപ്പം ഫൈനലൊക്കെ എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഉണ്ട് ഇഷ്ടമായി. ഇത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, എൻ്റെ റൂമിൽ തന്നെയുള്ള വാതിൽമ കൊണ്ടുപോയി ഒട്ടിച്ചു. ഇത് മിക്കി മൗസ് ആണെന്ന് എനിക്കറിയാം. പിന്നെ ഇപ്പുറത്തുള്ളതിന് ഒരു ടെഡി ബിയർ ആണ്, പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് നമ്മളെ മിസ്റ്റർ ബീന്, ടോം ആൻഡ് ജെറിത്തെ ടോമാണ്. ബാക്കി തോഗി പോകിയോ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാനത് അവിടെ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചു. പിന്നെ എനിക്കത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പറും കൂടി എടുത്തു പോയിട്ട് ഒരു 8 പീസാക്കിയാൽ മതി. ഒരു A4 ഷീറ്റ് ഒരേ അളവിൽ 8 പീസാക്കാം. എന്നിട്ട് നമ്മുടെ പഴയ കാലത്തെ ഡിസ്നി പ്രിൻസസുകൾ ഉണ്ടല്ലോ, ഞാൻ ഈ ബാലരമയൊക്കെ വായിക്കുമ്പോഴും അതേപോലെ തന്നെ കാർട്ടൂണൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് ഡിസ്നി പ്രിൻസസുകളുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഇതേപോലെ വരച്ച് കളറൊക്കെ ചെയ്തു വന്നപ്പോൾ എനിക്ക് വീണ്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തം 16 പോളറോയിഡ്സ് ഞാൻ കുത്തിയിരുന്ന് ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് ഞാൻ എല്ലാം ഇതേപോലെ തന്നെ വാതിൽമ കൊണ്ടുപോയി ഒട്ടിച്ച് വെച്ചു. ഇത് കാണുമ്പോഴല്ലോ എനിക്കൊരു നൊക്ലാജിക്ക് ഫീൽ അടിക്കും. കാരണം പഴയ കാലത്ത് ആ കൊച്ചു ടിവിക്ക് റിമോട്ടിന് തല്ലുണ്ടാക്കിയതും ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ എല്ലാവരുടെയും ബാക്ക് സ്റ്റോറിയൊക്കെ എനിക്ക് അറിയായിരുന്നു. പിന്നെ ഈ കുറേ ആൾക്കാരുടെ സ്റ്റോറിയൊക്കെ ഞാൻ മറന്നു. ഇതിലെല്ലാ പ്രിൻസസുകളുടെ പേരും എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. കുറേ എനിക്ക് ആപ്പിളിൻ്റെ ഒക്കെ കഥയൊക്കെ ഉള്ള ഒരു പ്രിൻസസിൻ്റെ അങ്ങനെ എന്തൊക്കെയോ അറിയാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിന് ഞാൻ കളർ അടിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വാട്ടർ കളർ ബ്രഷാണ്. ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്യാൻ പറ്റും. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ സ്കെച്ചൊക്കെ വെച്ചിട്ട് കളർ അടിക്കുന്നത്. പക്ഷേ എൻ്റെ ആ ഒരു പഴയ സ്കൂൾ ലൈഫിലോട്ട് ഞാൻ തിരിച്ചു പോയി, ആ പഴയ ബാലരമയും പഴയ ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു ഉച്ച വരെ ആ പരിപാടിയൊക്കെ ആയിട്ടിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും ഉമ്മയും കൂടി നേരെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഉമ്മാക്ക് ചെറിയ ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അതിനൊന്ന് കാണിക്കണം. പിന്നെ അങ്ങനെ
നമുക്ക് ഹോസ്പിറ്റലിൽ കണ്ടാൽ 1000 പ്രശ്നങ്ങളാണല്ലോ. തലവേദനന്റെ കാണിക്കണം, അവിടെ മൂക്കൊലിച്ചിനുണ്ട്, ഇവിടെ വേദന, അവിടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് ഷോപ്പിങ്ങിന് അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി എന്ത് ചെയ്തു, നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഉച്ച സമയം ആയതും കൊണ്ട് ഇപ്പോൾ വിചാരിക്കേണ്ട വെയിൽ വേണ്ടേനും, അങ്ങനെ നല്ല വെയിലും ചൂടൊക്കെയും. അങ്ങനെ ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ നമ്മളെ ഹോം ടൗണിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റൽ എന്നൊന്നും പറയാൻ മാത്രമില്ല, പക്ഷെ എന്നാൽ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ കുറേ പുരോഗമനം വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആംബിയൻസ്, നല്ല രസമാട്ടോ. കുറേ മരങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറേ ഇതൊക്കെ ഉണ്ടാവും. സാധാരണ നോർമലി നല്ല തിരക്കുണ്ടാവുന്നുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, ഇന്ന് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോളം വെച്ച് നിങ്ങൾ പോയിട്ട് ഷീട്ടൊക്കെ എടുത്ത് ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി പതുക്കെ വാ, ഞാൻ ഇവിടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഞങ്ങൾ എന്ത് ചെയ്തു, ഉപ്പാന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടൊന്ന് പോകാൻ വേണ്ടി ഇറങ്ങി. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ചുമ്മാ വെറുതെ ഒന്ന് പോയി കാണുക, കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുക, ഒരു ഡിന്നറൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക. അങ്ങനെ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളുടെയൊക്കെ ആഴങ്ങൾ കൂട്ടുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. ഇടക്കും തലക്കൊക്കെ നമ്മളൊന്ന് പോകണം, എല്ലാവരും കാണാൻ. വെറുതെ ഈ വാട്സപ്പും ഈ ഫോണും വിളിയും മാത്രമായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ മാറി നേരെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് ഇറങ്ങി. വണ്ടിൻ്റെ ഉള്ളിൽ കയറിയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നെവിക്ക് 1000 അവിടെ പറിച്ച് ഇവിടെ പറിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഉണ്ടാകും. എന്നിട്ട് ഉപ്പാനോട് പറയുകയാണെങ്കിൽ ഇന്നെങ്കിലും ഞാനൊന്ന് ഒറ്റയ്ക്ക് മുമ്പിലിരിക്കട്ടെ, ഞങ്ങളൊന്ന് ബാക്കിൽ പോയി ഇരിക്കും. എന്താ അപ്പോൾ ചെക്കൻ്റെ ഒക്കെ ഒരു വളർച്ച നോക്കിയേ. അവിടെയാണെങ്കിൽ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോളുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മളടുത്ത് വന്നില്ല, പിന്നെ ഓളും നെവിയും നല്ല കമ്പനിയായി, നമ്മളായിട്ട് നല്ല കമ്പനിയായി. ആൾ ഈ കോലുമുട്ടായി ഫാനാണ്, അതാണ് എപ്പോഴും വായിലൊരു കോലുമുട്ടായി വെച്ച് നടക്കണമെന്നാണ് ഓളമ്മച്ചി പറഞ്ഞിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഭാവനയിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. ആള് ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഇവിടെ ഒരാൾക്കാണെങ്കിൽ നാളെ എക്സാം ആണ്. ഏത് എക്സാം ആണെങ്കിലും എവിടെയെങ്കിലും പോകാൻ തന്നെ വേഗം ചാടി കയറി പോകുന്നുള്ളൂ. എന്നിട്ട് അവിടെ ഇരുന്ന് കാൽമക്കാലൊക്കെ കയറ്റി വെച്ച് ചോദിച്ചപ്പോൾ പറയാം പഠിക്കുകയാണ്. നല്ലക്കറിയാം പഠിക്കുകയാണോ അല്ലെങ്കിൽ വെറുതെ റീലും തോണ്ടിയിരിക്കുകയാണോ എന്ന്. പിന്നെ ഇവിടെ ഒരുപാട് ചെടികളും പിന്നെ നല്ല രസമുള്ള ആംബിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാട്ടോ കാണാനൊക്കെ ആയിട്ട്. ഇതൊരു റൂമിൻ്റെ ബാൽക്കണിയൊക്കെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കടാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെങ്കിലും പിന്നെയും തുടങ്ങി മഴയും പിന്നെ അതേപോലെ തന്നെ കാറ്റും. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര തണുപ്പായതും കൊണ്ടേ ഒരു 10 മിനിറ്റ് പുറത്തുനിന്ന് നിൽക്കാൻ കൂടി നമുക്ക് പറ്റൂല. അങ്ങനെ രാത്രി ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് തിരിച്ച് അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ഡേ തന്നെയായിരുന്നു ഇന്ന്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.